friends, welcome back to hakkulearningworld. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടൻ റെസിപ്പിയാണ്. അതായത് ചേനത്തണ്ട് കൊണ്ടുള്ള ഒരു കറിയാണത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് എങ്ങനെ തയ്യാറാക്കുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കണം. ഒരു 1/4 കപ്പ് പരിപ്പ് നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ചേനത്തണ്ടാണ്. ചേനത്തണ്ട് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത്, നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ചേനത്തണ്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറുതായി നുറുക്കിയ സവോള ഇട്ട് കൊടുക്കണം. അതുപോലെ ചെറിയതായി നുറുക്കിയ തക്കാളി, അതിൻ്റെ കൂടെ 2-3 പച്ചമുളക് ഇതുകൂടെ ആഡ് ചെയ്യാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിന് പാകത്തിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി അതും കൂടി ആഡ് ചെയ്യണം. ഇനി അതിന് ഈ ചേനത്തണ്ട് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് വെച്ച് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇപ്പം നമ്മുടെ ചേനത്തണ്ടെല്ലാം നന്നായി വെന്ത് അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കണം. ഇതിന് കുറച്ച് പുളി മുന്നിൽ നിൽക്കുന്ന ആ ഒരു ടേസ്റ്റാണ് നല്ലത്. അപ്പോൾ കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് കൂടെ ആഡ് ചെയ്യാം. ഇത് നമ്മൾ തേങ്ങ അരയ്ക്കാത്തൊരു കറിയാണല്ലോ. പരിപ്പ് കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഈ ചേനത്തണ്ട് അതിൽ നിന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അത് കഴിച്ചവർക്ക് അറിയാം. അപ്പോൾ ഇനി അതിന് നമ്മൾക്കൊരു വറവിട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായി നുറുക്കിയ നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മണം പോകാതിരിക്കാൻ നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കണം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ചേനത്തണ്ട് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി കറിയാണ്. ഇതിന് തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ വളരെയധികം ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.